നമ്മൾ നിറഞ്ഞ ഭക്തിയോടെ ഒരു കാര്യം വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും അതിന് ഫലസിദ്ധി കിട്ടും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുത് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റേതായ നല്ലൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യമാണോ അത് നടന്നു കിട്ടും. അതെൻ്റെ പേഴ്സണൽ തന്നെ. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വടക്കേ മഴുവന്നൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. നന്ദനന്ദനം കൃഷ്ണ ഹരേ ജയമാധവം നളിനസുന്ദരം നിത്യം മോക്ഷകാരണം. നന്ദനന്ദനം കൃഷ്ണ ഹരേ ജയമാധവം നളിനസുന്ദരം നിത്യം മോക്ഷകാരണം. ദുരിതമോചനം കൃഷ്ണ വന്ദനാർച്ചിതം. ഹരേ ഹരേ കൃഷ്ണ ഹരേ ദ്വാരകാപതേ. ദുരിതമോചനം കൃഷ്ണ വന്ദനാർച്ചിതം. ഹരേ ഹരേ കൃഷ്ണ ഹരേ ദ്വാരകാപതേ. വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രം അതിമനോഹരമായ ഒരു പുരാതന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ കാലപ്പഴക്കത്തെക്കുറിച്ച് രേഖകളൊന്നുമില്ല. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചുവർ ചിത്രങ്ങളാൽ മനോഹരമായ ഇരുനില ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി വണരുളുന്ന ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി പ്രധാന ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി മഹാഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. ഈ മഹാഗണപതിയുടെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് ചെറിയൊരു ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായി വാഴുന്ന വനദുർഗാദേവിയുടെ പ്രതിഷ്ഠയും ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ രക്ഷസിൻ്റെയും ഗുളികൻ്റെയും പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു തറയിൽ നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുമുണ്ട്. തൊട്ടടുത്തായി മറ്റൊരു ശ്രീകോവിലിൽ ശ്രീ ധർമ്മശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ ഉപപ്രതിഷ്ഠകളെല്ലാം കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇത്രയുമാണ് ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ. ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ എന്താണ് ഈ ബ്ലാന്തേവർ, ഈ ബ്ലാന്തേവർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്നെല്ലാം ചിന്തകളുണ്ടായേക്കാം. ബ്ലാന്തേവർ എന്ന ഈ പേരിന് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കഥ പറയാനുണ്ട്. ആ ഐതിഹ്യ കഥ നിങ്ങളുടെ അറിവിലേക്കായി പറയാം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണ ഇല്ലം ഉണ്ടായിരുന്നു. ആ ഇല്ലത്തുള്ളവർ പ്രധാനമായും ഒരു ദേവിയെയായിരുന്നു ആരാധിച്ചിരുന്നത്. എന്നാൽ ആ ഇല്ലത്തുള്ള മറ്റൊരു ബ്രാഹ്മണൻ മഹാവിഷ്ണുവിനെയാണ് തൻ്റെ ആരാധനമൂർത്തിയായി ഉപാസിച്ചു വന്നിരുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ഉപാസനമൂർത്തിയെ ആ ഇല്ലത്ത് പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി വന്നു. കാലാന്തരത്തിൽ ഈ ഇല്ലത്തിൻ്റെ അവകാശം കിളികുളം എന്ന ബ്രാഹ്മണ കുടുംബത്തിന് വന്നു ചേർന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കിളികുളം ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഈ ഇല്ലത്തിൻ്റെ അവകാശം കൈമൾ കുടുംബത്തിന് കൈവന്നു. കാലാന്തരങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഇല്ലത്ത് അവകാശികളായി വന്നിരുന്നവർ എല്ലാം തന്നെ
ഈ മഹാവിഷ്ണുവിനെയും ദേവിയെയും ആരാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ചൈതന്യം ഈ ഇല്ലത്ത് നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ കൈമൾ കുടുംബത്തിലെ അവസാന പരമ്പര ഈ മഹാവിഷ്ണുവിൻ്റെയും ദേവിയുടെയും ചൈതന്യം തിരിച്ചറിയാതെ വരികയും ആരാധന മുടക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൈമൾ കുടുംബവും ഈ ഇല്ലവും എന്നേക്കുമായി നാമാവശേഷമായി. ഇല്ലം നാശോന്മുഖമായെങ്കിലും ആ ഇല്ലം നിലനിന്നിരുന്ന സ്ഥലത്തെ വിഷ്ണു ചൈതന്യത്തിന് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല. ആ വിഷ്ണു ചൈതന്യം നിലനിന്ന സ്ഥലത്ത് വലിയൊരു പ്ലാവ് വളർന്നു വന്നു. പിന്നീട് എപ്പോഴോ നാടുവാഴി പ്രഭുക്കൾ ഈ വഴി വന്നു. ഈ വലിയ പ്ലാവ് കണ്ട അവർ മറ്റു ചില ആവശ്യങ്ങൾക്കായി ആ പ്ലാവ് മുറിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ നാടുവാഴി പ്രഭുക്കൾ പ്ലാവ് മുറിച്ച സമയം ഒരു മനുഷ്യൻ ഉറക്കെ കരയുന്ന പോലെ വലിയൊരു അലർച്ചയോടെ പ്ലാവ് മറിഞ്ഞു വീണു. ആ അലർച്ച കേട്ട് പലരും അങ്ങോട്ട് വന്നു. അങ്ങനെ അവിടെ കൂടിയവർ പ്ലാവ് പരിശോധിച്ചപ്പോൾ ആ പ്ലാവിനകത്ത് ഒരു മഹാവിഷ്ണു വിഗ്രഹമാണ് അവർ കണ്ടത്. അങ്ങനെ അവിടെ കൂടിയ ചില വ്യക്തികളുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു. പ്ലാവിൽ നിന്നും കിട്ടിയ തേവർ എന്ന അർത്ഥത്തിൽ പ്ലാത്തേവരായും പിന്നീട് കാലക്രമത്തിൽ ബ്ലാന്തേവരായും മാറുകയായിരുന്നു ഈ ക്ഷേത്രത്തിലെ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ. പണ്ട് ഇല്ലത്ത് മഹാവിഷ്ണുവിനോടൊപ്പം ഒരു ദേവിയെയും ആരാധിച്ചിരുന്നതായി പറഞ്ഞിരുന്നല്ലോ. ആ ദേവിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് സ്വയംഭൂവായി വനദുർഗ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത്. ഈ ദേവി ചൈതന്യം മഹാവിഷ്ണുവിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനും ദേവിക്കും തുല്യ പ്രാധാന്യമാണ് നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണുവിനെയും സ്വയംഭൂവായ വനദുർഗ ദേവിയെയും ദർശനം ചെയ്ത് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തീർച്ചയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജാതിമത ഭേദമന്യേ നിരവധി ഭക്തജനങ്ങളാണ് ഈ വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ ശരിക്കും നമ്മളങ്ങോട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നമുക്ക് നടന്നു കിട്ടും. അതെൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. എനിക്ക് എൻ്റെ കുടുംബപരമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാമിലി, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയായിട്ട് കുട്ടികളുണ്ടാകാതെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ വന്ന് എനിക്ക് കുട്ടികളുണ്ടായി. അതുപോലെ എൻ്റെ മോള് വിവാഹം കഴിച്ചിട്ട് 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞിട്ടും ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ചെന്നപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെ അമ്പലത്തിൽ പോയാൽ മതി, അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ ശരിക്കും പ്രാർത്ഥിക്കുക, കുടിയിരുത്ത് പ്രാർത്ഥിച്ചിട്ട് ഗുരുവായൂർക്ക് പോയാൽ മതി, ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് വരഞ്ഞ് നേരെ ഗുരുവായൂർ പോയി. ഗുരുവായൂർ ചെന്ന് ഭഗവാന്റെ അവിടെ തറയിൽ കിടന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, ആൺകുട്ടി. ഞാനിവിടെ നിന്ന് എന്നെ വിവാഹം കഴിച്ച് വിട്ടേക്കുന്നതാണ്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ചെറുപ്പകാലങ്ങളിലൊക്കെ ഞാൻ മുഴുവൻ ഇവിടെ എല്ലാ ദിവസവും വന്ന് തൊഴാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പരീക്ഷയൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ കെട്ടിച്ച് വിട്ടെങ്കിലും വീട്ടിലെ അമ്മ ആങ്ങളമാർ എല്ലാവരും ഉണ്ട്. അവരെ കാണാൻ മിക്കവാറും വരുമ്പോഴൊക്കെ ഈ അമ്പലത്തിൽ വന്ന് പോയില്ലെങ്കിൽ ഒരു മനപ്രയാസമാണ്. നമ്മൾ എന്ത് കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് നാമവും ചൊല്ലി ഇയാൾ
ഗുരുവായൂരപ്പൻ നമുക്ക് അത് നടത്തിത്തരും. ഇവിടെ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, വളരെ ശക്തിയുള്ള അവതാരമാണ്. പിന്നെ ഒത്തിരി പേര് ഇവിടെ ദൂരയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. എനിക്കെല്ലാം ഇന്ന് എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം എനിക്ക് ഭഗവാൻ തന്നെ തന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു സെൻറ്റ് സ്ഥലമില്ല, എനിക്ക് ഭഗവാൻ തന്നതാണ്. അത്ര വിഷമിച്ചിട്ട് നിന്നതാണ്. എനിക്ക് ഭഗവാനാണ് എല്ലാം. ഇപ്പം എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഭക്ഷണം വസ്ത്രം ഒന്നുമില്ലാത്ത ആളായിരുന്നു, പക്ഷേ എനിക്കെല്ലാം തന്നു ഭഗവാനാണ്. ഭഗവാനെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉണ്ട്. എനിക്കിപ്പം ഒരു സെൻറ്റ് സ്ഥലം ഞാൻ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്കിപ്പം എൻ്റെ നാട്ടിലുണ്ട് സ്ഥലം, ഇവിടെ തന്നെ ഉണ്ടെന്ന് സ്ഥലം, വീട് എല്ലാം ഭഗവാന്റെ സന്നിധി വന്നിട്ട് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ നിറഞ്ഞ ഭക്തിയോടെ ഒരു കാര്യം വിചാരിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായാലും അതിന് ഫലസിദ്ധി കിട്ടും. അതിന് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരും അതിന് ഉദാഹരണമാണ്. പിന്നെ ഇവിടെ വ്യാഴാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വ്യാഴാഴ്ച എല്ലാ ഭക്തർക്കും എത്താൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമ്മൾ മനസ്സിൽ വിചാരിച്ച് ആ ഒരു കാര്യം വിചാരിച്ച് നമുക്ക് പറ്റുന്ന സമയത്ത് വന്ന് തൊഴുത് കാര്യങ്ങൾ നേടുക. എന്തായാലും നമുക്കതിന് ഫലസിദ്ധി ഉണ്ടാകും എന്ന അനുഭവസ്ഥരാണ് ഞങ്ങൾ ഈ നാട്ടുകാരെല്ലാവരും. എൻ്റെ കാര്യങ്ങളിലൊരു തടസ്സം വരുമ്പോൾ ഞാൻ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് എന്തെങ്കിലും ഒരു വഴിപാട് നേർന്നു കഴിഞ്ഞാൽ അത് നേർന്നു കഴിഞ്ഞതിന് ശേഷം അതെനിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു അനുഭവം എനിക്ക് കിട്ടാറുണ്ട്. നല്ലൊരു അനുഭവമാണ് അതെനിക്ക്. ഉറച്ച വിശ്വാസത്തോടെ എനിക്ക് പറയാം, അത് നല്ലൊരു രീതി തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലൊരു 10 മടങ്ങ് ഇരട്ടിയിൽ എനിക്കത് നല്ലൊരു അനുഭവം വരാറുണ്ട്. ഈ ബ്ലാന്തേവർ ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ക്ഷേത്രം ഈ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ്. ഈ ക്ഷേത്രം വളരുന്നതനുസരിച്ചിട്ട് ഇവിടുത്തെ ഒരു ഒരു തനിമ, സാംസ്കാരികമായി കൂടി നാട് അഭിവൃദ്ധിപ്പെടുകയാണ്. സ്വാഭാവികമായും ക്ഷേത്രകലകൾ ധാരാളമായി ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രായഭേദമന്യേ വാദ്യകലകൾ പഠിക്കാനൊക്കെ ഇവിടെ എല്ലാവരും വരുന്നു, ഭക്തജനങ്ങൾ വരുന്നു. ആധ്യാത്മിക പഠന ക്ലാസ്സുകൾ നടക്കുന്നു, നാരായണീയ പാരായണം നടക്കുന്നു. പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം. രാവിലെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന, വഴിപാട് നടത്താൻ വരുന്നവർക്ക് എല്ലാവർക്കും ചായ കുടിച്ചിട്ട് പോവാം, പ്രഭാത ഭക്ഷണം ഉണ്ടാവും. പിന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് പൊതുവായി വരുന്ന ഭക്തജനങ്ങളോടും നാട്ടുകാരോടുമുള്ള ഒരു മനോഭാവം, അവരെ ഈ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്ന രീതി, പിന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു ആത്മീയ ചൈതന്യത്തിന് ഒട്ടും കുറവ് വരാത്ത തരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്ക്, വിശ്വാസികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന, വടക്കേ മഴവന്നൂർ എന്ന ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയായി ഈ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ബ്ലാന്തേവർ ഒരു പ്രാവശ്യം തൊഴുതു പോയാൽ അന്നത്തെ ആ ലൈഫ് ശരിയാവുന്ന വിശ്വാസം, അങ്ങനെ വിശ്വാസം മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്നും വരുന്നു. അങ്ങനെ മനസ്സിൽ വളരെ ശക്തമായൊരു വിശ്വാസം ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്. അതാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ ഇത്രയും ഉയർച്ച കാണാനുള്ളൊരു സംഭവം. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് കൂടി വളരെ ഗംഭീരമായിട്ട് ഈ അമ്പലം ഉയർത്തിക്കൊണ്ടുവരുവാണ്. ഇനി ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളും ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആചരിച്ചു വരുന്നു. കൂടാതെ എല്ലാ മാസത്തിലെയും 30 ബുധനാഴ്ച ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായിട്ടാണ് ആചരിച്ചു വരാറുള്ളത്. അന്നേ ദിവസം ഭഗവാന് ഭക്തജനങ്ങൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി അവൽ നിവേദ്യം പ്രധാന വഴിപാടായി സമർപ്പിച്ചു വരുന്നു. കൂടാതെ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ സ്വയംഭുവായ വനദുർഗാദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് മാല സമർപ്പിക്കുന്നതും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഉത്തമമാണ്. കൂടാതെ മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷ ദിവസങ്ങളും ഇവിടെ അതിപ്രാധാന്യത്തോടെയാണ് ആചരിച്ചു വരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ഈ പുഷ്പാഞ്ജലി കഴിക്കണ എല്ലാവർക്കും തന്നെ വളരെ ഫലം ഉണ്ടാവാറുണ്ട്. സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി വഴിപാട് കഴിച്ചതിന് ശേഷം, കുട്ടികളുണ്ടായതിനു ശേഷം തൊട്ടിൽ വഴിപാടും ഭക്തജനങ്ങൾ നടത്താറുണ്ട്. ത്രിമധുരം, പാൽപ്പായസം, തൃക്കൈവെണ്ണ എന്നിവ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. ഉപദേവതയായ ഗണപതിക്കുള്ള വഴിപാട് കറുകമാല ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. കാര്യസാധ്യത്തിന് ഗണപതിക്ക് കറുകമാല എല്ലാവരും തന്നെ നടത്താറുണ്ട്.
പിന്നെ സ്വയംഭുവായ ദുർഗയാണ് അടുത്ത ഉപദേവത. സ്വയംഭുവായ ദുർഗയ്ക്ക് കടുംബായസം നടത്താറുണ്ട്. ശാസ്താവ് നീരാഞ്ജനവും പ്രധാനപ്പെട്ട വഴിപാടാണ്. പിന്നെ സർപ്പദൈവങ്ങൾ നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ടി എന്നിവയാണ്. വർഷത്തിൽ 8 മാസം മാത്രമാണ് ആയില്യപൂജ നടത്താറ്. ബാക്കി ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ ആയില്യപൂജ നടത്താറില്ല. കാരണം സർപ്പത്തിൻ്റെ സങ്കേതത്തിൽ പുറ്റ് വന്ന് അടയണത് കൊണ്ട് ഈ 4 മാസങ്ങളിൽ നടത്താറില്ല. ഗുളികന് കൂട്ടുപായസം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീങ്ങാൻ ഗുളികന് കൂട്ടുപായസം നടത്താറുണ്ട്. സ്ഥലസംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രക്ഷസിന് പാൽപ്പായസം നടത്താറുണ്ട്. ഇനി ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തെക്കുറിച്ച് പറയാം. കുംഭമാസത്തിലെ അത്തനാളിൽ കൊടിയേറി 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം 6-ാം ദിവസമായ തൃക്കേട്ട നാളിൽ ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത്. അന്നേ ദിവസം ഈ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുന്നത്. ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ അത്തനാളിൽ കൊടിയേറ്റോടു കൂടി ആരംഭിക്കുകയാണ്. 6-ാം ദിവസം 6 ദിവസത്തെ പരിപാടികളോട് വിവിധതരം പരിപാടികളോട് തൃക്കേട്ട നാളിൽ ആറാട്ടോടു കൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. ഉത്സവത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു സംഘാടകർ മാത്രമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് ഉത്സവം നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ ഒന്നാണ് മേളങ്ങൾ. ഇവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഒരിക്കലും ഉണ്ടാകാത്ത അത്ര ഗംഭീരമായ മേളമാണ് ഇവിടെ നടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇവിടെ ധാരാളം ഈ ചുറ്റുപാടിലും മേളത്തെ ആസ്വദിക്കുന്ന ഒട്ടനവധി മേളക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ധാരാളം ആളുകൾ മേളക്കാരുടെ ഒപ്പം തന്നെ കൂടുമ്പോൾ മേളം വളരെ ഗംഭീരമാകുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെ അടുത്ത ക്ഷേത്രങ്ങളിൽ എല്ലാവരും ആനയെ ഉപേക്ഷിച്ച് തുടങ്ങിയപ്പോഴും ഞങ്ങൾ ക്ഷേത്രത്തിൽ ആറാട്ട്, അതുപോലെ തന്നെ എഴുന്നള്ളിപ്പ്, ഇതിനെല്ലാം ആന തന്നെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കൊടിമരം പറിക്കുന്നത് വളരെ മനോഹരമായ കൊടിമരം പറിക്കുന്ന കാഴ്ച കാണാൻ വളരെ ദൂരസ്ഥലത്തു നിന്നും ആളുകൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവബലി. 50,000 രൂപ ഒരു ദിവസം മുടക്ക് വരുന്ന ഉത്സവബലി പോലും സ്വന്തമായി നടത്താൻ ആളുകൾ 4-ാമത്തെ ദിവസം, മിക്ക ദിവസം ഉത്സവം തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ഉത്സവബലി നടക്കുന്നത്. ആളുകൾ ഉത്സവബലി നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട അന്നദാനം ഉത്സവം തുടങ്ങിയ എല്ലാ ദിവസവും വൈകിട്ടും അന്നദാനമുണ്ട്. ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഗംഭീരമായ പ്രസാദമുണ്ട്. ഈ വർഷം 2026 ഉത്സവത്തിന് അവസാന ദിവസത്തെ ഉത്സവം തീരുന്ന ആറാട്ടിൻ്റെ അന്നത്തെ 150 കിലോ അരി വച്ചിട്ട് പോലും ചെയ്യാത്ത രീതിയിൽ കണ്ടമാനം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന അത്ര മനോഹരമായിരുന്നു ഈ വർഷത്തെ. ഞങ്ങളെപ്പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് ഈ വർഷത്തെ ഉത്സവം നടന്നത്. അപ്പോൾ ഈ ഉത്സവത്തിന് ഇതേപോലെ തന്നെ മുഴുവൻ ആളുകളുടെയും ഞങ്ങൾ സംഘാടകർ ഇത് ഏകോപിപ്പിക്കുന്ന മാത്രം ചെയ്യുന്ന ഞങ്ങൾ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഭാവിയിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇന്ന് പുരോഗതിയുടെ പാതയിലാണ്. നിരവധി നവീകരണ പ്രവർത്തനങ്ങളാണ് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ക്ഷേത്ര ഭരണസമിതി കൈക്കൊണ്ടുവരുന്നത്. വടക്കേ മുഴുവനൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രം ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ കണ്ടു വളർന്ന ഈ ക്ഷേത്രം പണ്ട് ചെറിയ ഓടിട്ട ഒരു ചെറിയ ശ്രീകോവിലും അങ്ങനെയുള്ളൊരു ചെറിയ ക്ഷേത്രമായിരുന്നു. ഇന്ന് അതിൽ നിന്നും ഈ കാണുന്ന മഹാക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം ഉയർന്നിട്ട് ഉള്ളത് ഈ നാട്ടുകാരുടെയും ഈ ഭരണസമിതിയുടെയും എല്ലാം നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്നിപ്പോൾ നമ്മൾ ശ്രീകോവിൽ നവീകരിച്ചു, ചെമ്പോല പൊതിഞ്ഞ് അതിൻ്റെ താഴികക്കുടമെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർമ്മിച്ചു. അതിനുശേഷം അടുത്ത പ്രോജക്റ്റായിരുന്നു ചുറ്റമ്പലം വളരെ അതിമനോഹരമായ ഒരു ചുറ്റമ്പലം നമ്മളുണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ നമസ്കാര മണ്ഡപം, ഒരു ഭക്തൻ്റെ സമർപ്പണമാണെങ്കിലും വളരെ ഭംഗിയായിട്ടൊരു നമസ്കാര മണ്ഡപം നമുക്ക് തീർക്കാൻ പറ്റി. ഈ നവീകരണ പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണം ഭഗവാന്റെ അനുഗ്രഹവും ഈ നാട്ടുകാരുടെ ജാതി മത ഭേദമന്യേ എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സേവനവും സഹായവും ഇവിടുത്തെ ഭരണസമിതിയുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചിരിക്കുന്നത്. ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി താൽക്കാലിക കൊടിമരമാണ് സ്ഥിരമായി നമ്മുടെ ഉത്സവത്തിന് വയ്ക്കാറ്. അത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ടുള്ള സ്വർണ്ണ കൊടിമരമായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങി. നല്ല തേക്ക് തടി നമ്മൾ കൊണ്ടുവന്ന് എണ്ണത്തോണിയിലിട്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ അയ്യപ്പൻ്റെ ശ്രീകോവിൽ ശോചനീയാവസ്ഥയിലാണ്. അത് പുനരുത്ഥാനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അതുകൂടാതെ നമുക്കിപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിൽ, ഗോപുരം, അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും കടക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അതിനോടൊപ്പം നമ്മുടെ ദേവസ്വം ഓഫീസ്, ചുറ്റുമതിലുകൾ നന്നാക്കുക എന്നുള്ള ഉത്തരവാദിത്തങ്ങളോട് നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് അകമഴിഞ്ഞ് നമ്മുടെ നാട്ടുകാരുടെ സഹകരണങ്ങൾ എല്ലാ കാലങ്ങളിലും നമുക്കുണ്ടായിട്ടുണ്ട്. ശ്രീകോവിൽ പുനരുദ്ധാരണത്തിനായാലും ചുറ്റമ്പലത്തിനായാലും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണത്തോടെയാണ് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഭക്തജനങ്ങൾ, മഹാവിഷ്ണു പ്രേമികളും വിശ്വാസ വത്സരും ഒരു ഭ്രാന്തേവ് തേവർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഒരു ഗുരുനാഥനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, നമ്മുടെ കുടുംബക്ഷേത്രം പോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അത് അകമഴിഞ്ഞ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് നമുക്ക് ഇതുവരെ പൂർത്തീകരിക്കാൻ പറ്റി. നമ്മൾ ഈ വലിയ മുതൽമുടക്ക് കാണുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയാക്കുവാൻ എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായി നമുക്ക് ഈ ഭ്രാന്തേവർ ഭഗവാന്റെ അനുഗ്രഹം ലോകത്തെമ്പാടും എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. കേരളത്തിൽ നിരവധി മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രസന്നിധിയിൽ നിൽക്കുമ്പോൾ മനസ്സിനെന്തോ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷവും അനുഭൂതിയുമാണ് നമുക്ക് ലഭിക്കുന്നത്. ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടെ വാഴുന്ന സ്വയംഭുവായ വനദുർഗാദേവിയുടെയും മറ്റു ഉപദേവതകളുടെയും ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സർവ്വ സൗഭാഗ്യങ്ങളും നൽകും എന്നുള്ളതിൽ സംശയമില്ല. ബ്ലാന്തേവർ ശ്രീ മഹാവിഷ്ണുവിൻ്റെയും വനദുർഗാദേവിയുടെയും മറ്റു ഉപദേവതകളുടെയും സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്രസന്നിധി ഈ സൗഭാഗ്യ ഭൂമിയിൽ നിന്നും സർവ്വ ഐശ്വര്യത്തിലേക്ക് ജൈത്രയാത്ര തുടരുന്നു. റേഷൻ കാർഡ് മീഡിയ ക്ഷേത്രസന്നിധിയുടെ പുതുമയുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ക്ഷേത്രസന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന, സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രസന്നിധി